അങ്ങനെ 2025 കടക്കാൻ വെറും 2 ദിവസങ്ങൾ മാത്രമായിരിക്കുകയാണ്. നമ്മൾ ഹൈ പെർഫോമൻസ് എങ്ങനെ കൊണ്ടുവരാം, ഹൈ പെർഫോമർ എങ്ങനെയാകാം, എന്താണ് ഹൈ പെർഫോമറുടെ ഹാബിറ്റ്സ് എന്ന വിഷയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എത്രമാത്രം ഈ കാര്യങ്ങൾ നിങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നെന്ന് ചിന്തിക്കുക. ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിശക്തരായ ഒരു വ്യക്തിത്വമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു ഹൈ പെർഫോമർ ആകുക, ഗ്രോത്ത് ആകുക എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ ഹാബിറ്റായി പറയുന്നത് റേസിംഗ് നെസസിറ്റി. ഒരു ശക്തമായ ആവശ്യവും ആഗ്രഹവും അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ മൊമെൻറ്റം എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം. ആഗ്രഹിച്ചു, തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഈ മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നാം പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇന്ന് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു മിഷൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഒരു ഹൈ പെർഫോമർ ആകണം, 10 ഇരട്ടി മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 3 ട്രാപ്പുകൾ, 3 കെണികളാണ് നാം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം സ്റ്റാർട്ട് ചെയ്യും, നന്നായി തന്നെ തുടങ്ങും, ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കും, നല്ലൊരു പ്രോഗ്രസ് കാണും. ഈ സമയത്ത് മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഞാൻ സുപ്പീരിയർ ആണ്, മറ്റുള്ളവരെക്കാൾ മികച്ചയാളാണ്, പെർഫോമർ ആണ് എന്നുള്ള ചിന്ത മനസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ ഒന്നാമത്തെ ട്രാപ്പ് ആരംഭിക്കുകയാണ്. നാം മാറുന്നു, നമ്മുടെ പെർഫോമൻസ് കൂടുന്നു, ആളുകൾ നമ്മെ ശ്രദ്ധിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ പതുക്കെ നാം ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ബിൽഡ് ചെയ്യുകയാണ്. ആ നിമിഷം മുതൽ നാം നമ്മിലേക്ക് മാത്രം തിരികുകയും ഫീഡ്ബാക്കുകൾ സ്വീകരിക്കാതിരിക്കുകയും മിസ്റ്റേക്കുകൾ അണ്ടർമൈൻ ചെയ്യുകയും മറ്റുള്ളവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും എല്ലാം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ ട്രാപ്പ് ബിവെയർ ഓഫ് സുപ്പീരിയോറിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു സുപ്പീരിയർ ആണെന്നുള്ളൊരു മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഹമ്പിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആകുവാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും ഗ്രോയിങ് സ്റ്റേജിൽ ആളുകളൊക്കെ ഒരു സ്റ്റബോണും റിബലിയസും ഒപ്പം തന്നെ ഒരു ഈഗോയുമുള്ള ആളുകളൊക്കെ ആകാറുണ്ട്. പക്ഷേ നല്ലൊരു നോളജും എക്സ്പീരിയൻസും അക്വയർ ചെയ്ത് കഴിയുമ്പോൾ നാം കാണുന്ന ആളുകളിൽ നല്ല ബഹുഭൂരിപക്ഷം ആളുകളും അവർ ഒരു ഹമ്പിളായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഇപ്പോൾ വലിയ വലിയ വ്യക്തിത്വങ്ങളൊക്കെ കണ്ട് അവർ സംസാരിച്ച് നമുക്ക് അറിയുവാൻ സാധിക്കും. അവർ വളരെയധികം ഹമ്പിളായിട്ടുള്ളവരാണ്. ഈ സുപ്പീരിയോറിറ്റി എന്നുള്ള ഒരു അവസ്ഥ, ചിന്താഗതി നാം മാറ്റുകയും ഇനിയും പഠിക്കണമെന്നും ഇനിയും കറക്റ്റ് ചെയ്യണമെന്നും മറ്റുള്ളവരിൽ നിന്ന് ഇനിയും എനിക്ക് ലേൺ ചെയ്യാനുണ്ടോ എന്നുള്ള ചിന്ത ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ഫീലിംഗ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ. അത് നമ്മെ നിരന്തരം തളർത്തുന്നൊരു കാര്യമാണ്. എത്ര ചെയ്താലും ഒരു സന്തോഷം കിട്ടുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നാം എപ്പോഴും നമ്മളെക്കാൾ വലിയ ആളുകളുടെ പെർഫോമൻസ് കണ്ട് നിരാശരായി പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 1% പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരെ നോക്കിയല്ല നാം കമ്പയർ ചെയ്യേണ്ടത്. ഇന്നലെയേക്കാൾ ഇന്ന് ഞാൻ എത്രമാത്രം പെർഫോമൻസ് കൂട്ടി, അവിടെയാണ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തേണ്ടത്. മറ്റുള്ളവരേക്ക് നോക്കിയാൽ അവരുടെ സാഹചര്യം നമുക്കറിയില്ല, അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം വ്യത്യസ്തമായിരിക്കാം. അവർ കുറേ വർഷങ്ങൾ എടുത്തായിരിക്കും അവർ പെർഫോമറായി മാറിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ പെർഫോമൻസിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാതിരിക്കുക. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൈൻഡ് സെറ്റ്, ഉള്ളതിൽ സന്തോഷിക്കുന്ന, ഉള്ളതിൽ നന്ദി പറയുന്ന മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതിശക്തമായൊരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ഇല്ലാത്തതിനെക്കുറിച്ച് ആവലാതിപ്പെടാതെ ഉള്ളതിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു ട്രാപ്പാണ് നെഗ്ലക്റ്റ്. പല കാര്യങ്ങളെയും നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അതിപ്പോൾ ചെയ്യേണ്ട എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന സ്വഭാവം. ചില കാര്യങ്ങൾ, ചില നെഗറ്റീവായ ഹാബിറ്റുകളായിരിക്കാം, അത് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അണ്ടർമൈൻ ചെയ്യാനുള്ള ഒരു സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 3 ട്രാപ്പുകൾ മനസ്സിലാക്കിയിരിക്കുക. ഫീലിംഗ് സുപ്പീരിയോറിറ്റി, ദെൻ ഡിസാറ്റിസ്ഫാക്ഷൻ, നെഗ്ലക്റ്റ്. ഈ 3 ട്രാപ്പിലും വീഴാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ഈ മൊമെൻറ്റം നിലനിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്ത വർഷം അവസാനമാകുമ്പോഴും നാം ഈ ഹാബിറ്റുകൾ പിന്തുടരുന്നെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അന്നേരം മാത്രമേ മിഷൻ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ 10 ഇരട്ടി മാറ്റം ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.